ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫയർ പോളിസി. ഫയർ എന്ന് പറയുമ്പോൾ തീപിടുത്തം മാത്രം കവർ ചെയ്യുന്ന പോളിസി അല്ല. നിങ്ങളുടെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു നിർമ്മാണ യൂണിറ്റ് എന്തുമായിക്കോട്ടെ, നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഏത് തരത്തിലുള്ള ബിസിനസ് ആണെങ്കിലും അതിനൊരു ഫയർ പോളിസി, അതായത് നമ്മൾക്ക് എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. തീപിടുത്തം, ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തം ഉണ്ടാകാം, അല്ലാതെ തീപിടുത്തം ഉണ്ടാകാം, മണ്ണിടിച്ചിലുണ്ടാകാം, അതുപോലെ ഫ്ലഡ് വെള്ളപ്പൊക്കം ഉണ്ടാകാം, പിന്നെ ഇമ്പാക്ട് ഡാമേജ്, ഏതെങ്കിലും വാഹനം ഇടിച്ചു കയറുകയോ അല്ലെങ്കിൽ മൃഗങ്ങൾ ഇടിച്ചു കയറുകയോ വേറെ ഏതെങ്കിലും സാധനങ്ങൾ ഇടിച്ചിട്ടുണ്ടാകുന്ന ഒരു ഡാമേജ്, പിന്നെ മനഃപൂർവ്വം അല്ലാതെ ഉള്ള ഒരു തല്ലി പൊളിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള പണിമുടക്ക് മൂലമോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഡാമേജുകള്, പിന്നെ പ്രകൃതിക്ഷോഭങ്ങളിലാണ് ഈ പറയുന്ന കൊടുങ്കാറ്റ്, പേമാരി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഡാമേജുകള്, ഇത് മൂലം നമ്മുടെ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ നിർമ്മാണ യൂണിറ്റുകൾക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കവർ ചെയ്യുന്ന പോളിസിക്ക് പറയുന്ന പേരാണ് ഫയർ പോളിസി. ഇതിന് ഓരോന്നിനും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടും. എങ്കിലും ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പോളിസി എടുക്കുന്നയാൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് മാത്രമാണ് ഈ പോളിസി ഞങ്ങൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ 1 കോടിയുടെ ഒരു ബിസിനസ് സ്ഥാപനം, അതിനകത്ത് നിങ്ങൾ മുതൽ മുടക്കിയിരിക്കുന്ന 1 കോടിയാണെങ്കിൽ ആ 1 കോടി അതിനകത്ത് ബാക്കി എല്ലാ മിഷനറി ഉണ്ടെങ്കിൽ, അത് ഫർണിച്ചർ ഉണ്ടെങ്കിൽ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എത്ര സമ്മർഷീഡ് വരും എന്നൊക്കെ എഴുതി കൊടുത്തെടുത്താൽ നിങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടം കവർ ചെയ്യാൻ പറ്റും. പ്രീമിയം നിസ്സാര പ്രീമിയത്തിലാണ് ഈ പോളിസി എടുക്കുന്നത്. പിന്നെ ഇതിനോടനുബന്ധിച്ചിട്ട് കുറെ പോളിസികളും കൂടി നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്കുണ്ടാകുന്നത്, അതായത് അതൊരു മിഷനറി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മിഷനറിക്ക് കത്തിപ്പോകുമ്പോഴല്ലാതെ, അതായത് പ്രകൃതി അങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചാലുണ്ടാകുന്ന നാശനഷ്ടം, അത് നന്നാക്കി എടുക്കാനുള്ള നാശനഷ്ടത്തിന് ബ്രേക്ക് ഡൗൺ പോളിസി എടുക്കാം, മിഷനറി ബ്രേക്ക് ഡൗൺ. പിന്നെ ഫിഡിലിറ്റി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാല് നമ്മുടെ സ്ഥാപനത്തിലുള്ള സ്റ്റാഫുകള് നിങ്ങളുടെ പൈസ മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ ആ സാധനങ്ങൾ കുറച്ച് മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ പിടിക്കപ്പെടാതെ പോയാലുള്ള നഷ്ടങ്ങൾ കവർ ചെയ്യുന്നതിനുള്ള പോളിസി. പിന്നെ പബ്ലിക് ലയബിലിറ്റി, നമ്മളുടെ സ്ഥാപനത്തിൽ പുറമെ നിന്ന് നിങ്ങളോ നിങ്ങളുടെ സ്റ്റാഫോ അല്ലാത്തൊരു വ്യക്തി പുറമേ നിന്ന് വന്ന് കയറിയിട്ട് അയാൾക്ക് അവിടെ വെച്ചിട്ടുണ്ടാകുന്ന ഒരു നാശനഷ്ടം ഉണ്ടായാൽ, ഒരു കേസിനൊക്കെ പോയാൽ ചിലപ്പോൾ നമ്മൾ നല്ലൊരു തുക കൊടുക്കേണ്ടി വരും. ആ പൈസ നമുക്ക് കമ്പനി കൊടുക്കുന്നതിനുള്ള പോളിസി. പിന്നെ പബ്ലിക് ലയബിലിറ്റി എന്ന് പറയും അതിന്. പിന്നെ എന്താ, മണി ഇൻഷുറൻസ്, നമ്മള് നമ്മുടെ ഡ്രോയിൽ സൂക്ഷിക്കുന്നത്, അത് കഴിഞ്ഞ് രാത്രി നമ്മൾ സേഫിൽ സൂക്ഷിച്ചിട്ട് പോകുന്ന പോളിസി. മറ്റൊരാൾ വന്ന് മോഷണം അല്ലെങ്കിൽ പകലൊക്കെ ആണെങ്കിൽ നമ്മളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ രാത്രിയാണെങ്കിൽ സേഫൊക്കെ കുത്തി തുറന്ന് പൈസ കൊണ്ടുപോവുക, പിന്നെ ബാങ്കിലേക്ക് പൈസ കൊണ്ടുപോവുക, ബാങ്കിൽ നിന്ന് തിരിച്ച് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പൈസ എടുത്തുകൊണ്ട് വരിക. അങ്ങനെയുള്ള സമയത്ത് മോഷണം സംഭവിച്ചാൽ ആ കവറേജ്, അതിന് നമുക്ക് കവറേജ് കിട്ടാനുള്ള പോളിസി മണി ഇൻഷുറൻസ്. പിന്നെ നമുക്ക് എടുക്കാം നമ്മുടെ എംപ്ലോയി, നമുക്കിപ്പോൾ എത്ര എംപ്ലോയികളുണ്ട്, ആ എംപ്ലോയീസിന് നമുക്ക് എന്തെങ്കിലും അവിടെ വെച്ചിട്ടൊരു അപകടം സംഭവിച്ചാൽ അവർക്ക് നാശനഷ്ടം കൊടുക്കുന്നതിനുള്ള വർക്ക്മെൻ കോമ്പൻസേഷൻ പോളിസി അല്ലെങ്കിൽ എംപ്ലോയി കോമ്പൻസേഷൻ പോളിസി എന്ന് പറയുന്ന പോളിസി നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു പോളിസിയിലാണ് ഇതെല്ലാം കവർ ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് ഒരു അണ്ടർ ഇൻഷുറൻസ് ആകരുത്. അണ്ടർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു 2 കോടിയോ 3 കോടിയോ ഒക്കെ വാല്യൂ ഉള്ള ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ അത്രയും അസറ്റ് ആ സ്ഥാപനത്തിനുണ്ടെങ്കിൽ നമുക്ക് അത്രയൊന്നും ഇൻഷുറൻസിന് ക്ലെയിം വന്നാൽ വരില്ലല്ലോ, ഇത്രയൊന്നും ഒരു ക്ലെയിമിന് വരാൻ സാധ്യതയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് 2 കോടിക്ക് 3 കോടിക്ക് വാല്യൂ ഉള്ള ഒരു സ്ഥാപനത്തിന് 2 കോടിക്ക് ഇൻഷുർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ട് ഒരു 25 ലക്ഷമൊക്കെ നാശനഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് ഫുള്ള് കിട്ടില്ല. അതിന് അണ്ടർ ഇൻഷുറൻസ് എന്ന് പറയും. അപ്പൊ ഇതുപോലെ പലർക്കും ഇപ്പം ലോണൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന ബിസിനസ്സുകൾ അല്ലെങ്കിൽ നിർമ്മാണ യൂണിറ്റുകളൊക്കെ ആണെങ്കിൽ ബാങ്കിൽ നിന്ന് നമുക്കിതിന് ഇൻഷുറൻസ് എടുത്തു തരും. അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ അറിയാതെ തന്നെ അവരൊരു ഇൻഷുറൻസ് ഓർഡർ എടുക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓഡിറ്റിംഗ് വരുമ്പോൾ ഏതൊരു ലോണാണോ കൊടുത്തിരിക്കുന്നത് അതിന് ബദലായിട്ട് ഒരു ഇൻഷുറൻസ് അത്യാവശ്യമാണ്. ഓഡിറ്റിംഗ് വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ എത്ര തുകയ്ക്കാണോ ലോൺ തന്നിരിക്കുന്നത് മിക്കവാറും ആ ലോൺ തുകയ്ക്ക് മാത്രമായിരിക്കും ബാങ്കിൽ നിന്ന് തരുന്ന ഇൻഷുറൻസ്. അപ്പൊ നിങ്ങൾക്ക് ബാക്കി ഉണ്ടാകുന്ന ഒരു കവറേജുകളും അതിനകത്ത്
നിങ്ങൾക്ക് കിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും അതിൽ കൂടുതൽ ഒരു എമൗണ്ടിന് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റുള്ള കവറേജുകൾ ഒക്കെ നിങ്ങൾക്കിടെ പൈസയ്ക്ക് നാശനഷ്ടം ഉണ്ടാകുന്നത്. നിങ്ങളിപ്പോൾ അതിനകത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് കൂടാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒത്തിരി പൈസ ആ ബിസിനസ് സ്ഥാപനത്തിലേക്ക് മുടക്കിയിട്ടുണ്ടാവും. അതിനൊന്നും നിങ്ങൾക്ക് കവർ കിട്ടില്ല. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ബാങ്കുകാരിൽ നിന്ന് ഇൻഷുറൻസ് ആണ് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എനിക്ക് ഇത്ര ലക്ഷം രൂപയ്ക്ക് ഇൻഷുറൻസ് വേണം എന്ന് അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു കമ്പനിയിൽ നേരിട്ട് ചെന്ന് ഇൻഷുറൻസ് എടുക്കുക. ഇല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ഏജന്റുമാരെ സമീപിച്ചാലും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും. പിന്നെ നേരത്തെയൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം മുതൽ MSME രജിസ്ട്രേഷൻ ഉള്ളവർക്കൊക്കെയാണ് ഞാൻ ഉദ്യൻ രജിസ്ട്രേഷന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടായിരുന്നു ഈ പോളിസി ചെയ്യേണ്ടത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വേണ്ടത്. കുറച്ച് ഡോക്യുമെന്റ് മതി. പിന്നെ ക്ലെയിം വരുമ്പോഴാണ് നമുക്ക് മറ്റു ഡോക്യുമെന്റുകൾ ഈ പോളിസിയെ സംബന്ധിച്ച് ചോദിക്കുന്നത്. അതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഇൻഷുറൻസ് ഏജന്റ് ഒക്കെ അടുത്തുനിന്നാണ് എടുക്കണമെങ്കിൽ നമുക്കതൊക്കെ അവർ പറഞ്ഞു തന്ന് നമുക്ക് കൃത്യമായിട്ട് ഈ പോളിസി ചെയ്യാൻ പറ്റും. ഒത്തിരി പേര് പോളിസി എടുത്തിട്ടുള്ളവരുണ്ട്. പക്ഷേ സ്ഥാപനങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഞാൻ കോതമംഗലത്ത് ന്യൂ ഇന്ത്യ അഷുറൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെയൊന്നും അധികം പേർക്ക് ഈ പോളിസി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. കാരണം കുറെ പേരോട് ചോദിക്കുമ്പോൾ അവരൊക്കെ ബാങ്കിൽ നിന്ന് ഉണ്ടെന്ന് പറയും. 1 കോടിയുടെ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ബാങ്കിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ 25 ലക്ഷം രൂപയുടെ പോളിസി ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥാപനത്തിന് അർഹമായ രീതിയിൽ ഈ പറയുന്ന കവറേജുകളെല്ലാം ഇട്ടുകൊണ്ട് പോളിസി ചെയ്യുന്നതിന് നിസ്സാര പൈസയാണ് ചാർജ് വരുന്നുള്ളൂ. ഇതേ പറ്റിയിട്ടൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് വലിയ ഡീറ്റെയിൽഡ് വീഡിയോ ആകുമ്പോൾ ഒത്തിരി നേരം കാണേണ്ടി വരും. അത്രയൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യും. കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെ ലിങ്കിൽ കൊടുക്കും. കൂടാതെ എന്ന് പറയാം 99 47 45 96 64. ഇതിനകത്ത് വാട്സാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായ ഇൻഷുറൻസ് കവറേജ് എടുക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരുന്നതാണ്. നന്ദി, നമസ്കാരം.